നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഷെഡ്യൂൾ PSC ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്, എന്നാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പബ്ലിഷ് ചെയ്തത് എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ കോമൺ പ്രിലിമിനറി ടെസ്റ്റ് അപ് ടു 10th ലെവൽ എന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 2021 തന്നെയാണ് എക്സാമിനേഷൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 2021 തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ. നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട്, നേരത്തെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ഫെബ്രുവരിയിലാണ് എക്സാം എന്ന്. അപ്പം അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ ഷെഡ്യൂൾ അടക്കം PSC ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ആദ്യം നമ്മുടെ ഒരു സിലബസ്, 10th ലെവൽ പ്രിലിമിനറി എക്സാം നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് നമ്മുടെ PSCയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. 100 മാർക്കിൻ്റെതാണ് ഫസ്റ്റ് പ്രിലിമിനറി എക്സാം. മലയാളം, തമിഴ്, കന്നഡ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. OMR ടൈപ്പാണ് എക്സാം. കൂടാതെ 1 മണിക്കൂറും 15 മിനിറ്റും, സാധാരണ 75 മിനിറ്റ്, സാധാരണ എക്സാം നടക്കുന്നത് പോലെ തന്നെയാണ് ടൈമിങ്ങും വന്നിരിക്കുന്നത്. Candidates who have applied for more than one categories should submit confirmation for each category. അപ്പം താഴോട്ട് കാറ്റഗറീസ് ഒക്കെ പറയുന്നുണ്ട്. 10th ലെവൽ വരെയുള്ള എക്സാംസിന്റെ കാറ്റഗറീസ് പറയുന്നുണ്ട്. അപ്പം ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയിലേക്കും സ്ഥിരീകരണം സെപ്പറേറ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോന്നിനും സെപ്പറേറ്റ്. ഇപ്പം LGSന് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, ഫീൽഡ് വർക്കറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, LDCക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പം ഇതിനെല്ലാം പ്രത്യേകം കൺഫർമേഷൻ കൊടുക്കണം എന്നതാണ് PSC പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പർ ആണ്, മലയാളമാണോ, തമിഴാണോ, കന്നഡയാണോ ആവശ്യമുള്ളതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ ഉദ്യോഗാർത്ഥിക്കും അവർ തിരഞ്ഞെടുത്ത മാധ്യമത്തിലുള്ള ചോദ്യപേപ്പർ ആണ് ലഭിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ റിസൈഡ് ചെയ്യുന്ന ഏത് ജില്ലയിലാണോ ആ ജില്ലയെ തന്നെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. പിന്നെ നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. അപ്പോൾ ഡിസ്പോസ് ആയി പോവും. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എന്ത് കൊടുക്കേണ്ടതാണ്, കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. കൺഫർമേഷൻ തീയതി അവസാനിച്ച ശേഷം പരീക്ഷാ തീയതികളും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷം പരീക്ഷാ തീയതികളും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ എക്സാംസിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 മുതൽ 149 വരെ സീരിയൽ നമ്പറിന് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 23 നവംബർ മുതൽ 12 ഡിസംബർ വരെയാണ്. അപ്പോൾ 23 നവംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വരുന്ന മൺഡേ ആണ്. അപ്പോൾ മൺഡേ മുതൽ 12 ഡിസംബർ 12/12/2020 വരെയാണ് സീരിയൽ നമ്പർ 1 to 49 വരെ കാറ്റഗറിയിലെ എക്സാംസിന് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. കൂടാതെ 150 കൊടുക്കേണ്ടത് 14/12/2020 മുതൽ 23/12/2020 വരെയാണ്. അപ്പോൾ 1 മുതൽ 149 വരെ എക്സാംസിന് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡിസംബർ 12 മുതൽ വരെയാണ് സമയം. 150 ആണെങ്കിൽ 4/12 മുതൽ 23/12 വരെയാണ് സമയം. അപ്പോൾ 1 മുതൽ 149 വരെയുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എക്സാം സീമാൻ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, കൊല്ലം ജില്ലയിലേക്ക് വേണ്ടത്. സീമാൻ കോഴിക്കോട്. കാറ്റഗറി നമ്പർ വ്യത്യാസമുണ്ട്, പക്ഷേ ഈ പറയുന്നതെല്ലാം 149 വരെയും തിങ്കളാഴ്ച 23-ാം തീയതി തൊട്ട് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാം. അപ്പോൾ സീമാൻ കൊല്ലം ജില്ല, കോഴിക്കോട് ജില്ല. ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3. ഓഫീസ് അറ്റൻഡന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫീസ് അറ്റൻഡന്റ് അപ്പം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. സെക്രട്ടേറിയറ്റ്, KPSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, കേരള ലെജിസ്ലേച്ചർ, സെക്രട്ടേറിയറ്റ് എക്സെട്ര. ഇതിലേക്ക് വേണ്ടിയുള്ള ഓഫീസ് അറ്റൻഡന്റ്
അന്ന് തന്നെയാണ് തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങാം. ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാവുന്നതും തിങ്കളാഴ്ച മുതലാണ്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, സ്റ്റെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അസിസ്റ്റന്റ് കമ്പൈലർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, കേരള സ്റ്റേറ്റ് കൊയർ കോർപ്പറേഷൻ ലിമിറ്റഡ്, NCA നോട്ടിഫിക്കേഷൻ ആണത്. LD ക്ലർക്ക് വേരിയസ്, അപ്പോൾ LD ക്ലർക്ക് വേരിയസും മൺഡേ മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ് ഡിഫറെൻറ്റ് ജില്ലകൾക്കുള്ളത്. കൂടാതെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ് SC/ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് കൺഫർമേഷൻ മൺഡേ മുതൽ കൊടുത്തു തുടങ്ങാം. ഫീൽഡ് വർക്കർ സൂപ്പർവൈസർ ICDS സൂപ്പർവൈസറിന്റെ കൺഫർമേഷൻ മൺഡേ മുതൽ കൊടുത്തു തുടങ്ങാം. മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, സീമാൻ, ലബോറട്ടറി അറ്റൻഡർ, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് LGSന്റെ എക്സാം വരുന്നുണ്ട്. ഇത് SR ഫോർ SC/ST ആണ്, STക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ LGS എന്ന് പറയുന്നത്. ബൈൻഡർ, ബോട്ട് ലാസ്കർ, ഫീൽഡ് വർക്കറും ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഫീൽഡ് വർക്കർ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ളത് മൺഡേ മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഈ LGS വേരിയസ് ഇതും ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. അപ്പം അതും മൺഡേ മുതലാണ് കൊടുത്തു തുടങ്ങാനുള്ളത്. LD ക്ലർക്ക് വേരിയസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഒള്ളി, STക്ക് വേണ്ടിയിട്ടുള്ള LD ക്ലർക്ക് മൺഡേ മുതൽ കൊടുത്തു തുടങ്ങാം. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് NCA ഫോർ ധീവര, പിയൂൺ കം വാച്ചർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്, LD ടൈപ്പിസ്റ്റ് കെൽപ്പാം, ടൈപ്പിസ്റ്റ് ഫോർമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡ്, സീമാൻ, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതും ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് മൺഡേ മുതലാണ് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ 149 വരെയുള്ള പോസ്റ്റുകൾക്ക് മൺഡേ മുതൽ ഡിസംബർ 12 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത്. 150ാമത്തെ പോസ്റ്റ്, അതായത് പിയൂൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, ഇതിനുള്ള കൺഫർമേഷൻ 4 മുതൽ ഡിസംബർ 4 മുതൽ ഡിസംബർ 23 വരെയാണ് സമയം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എക്സാംസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ മെയിൻ ടോപ്പിക്സ് ഇൻ ദ സിലബസ് റെഫേർഡ് ടു ഇൻ ദ എക്സാമിനേഷൻ പ്രോഗ്രാം, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് prescribed for the post may also appear in the question paper. There is no undertaking that all the topics mentioned under the subheading മെയിൻ ടോപ്പിക്സ് മേ ബി കവേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഒരു ടോപ്പിക് ഇപ്പോൾ പറയും, ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ പോരാ. അവര് അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ നിന്നൊക്കെ ചോദിക്കാമോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നാണ് PSC ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അഡ്മിഷൻ ടിക്കറ്റിന്റെ കൂടെ ഒറിജിനൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫും കൂടെ കൊണ്ടുപോകണം എക്സാമിന്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ കഴിഞ്ഞുകൊണ്ട് PSC പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതാണ്. 5 ദിവസം വരെ നമുക്ക് ആൻസർ കീയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറാണ്, ഈ ഒരു നോട്ടിഫിക്കേഷനാണ് PSC ഇന്ന് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ LD ക്ലർക്ക്, നമ്മുടെ സെക്രട്ടേറിയറ്റിലുള്ള ഓഫീസ് അറ്റൻഡൻറ്റ്, ഫീൽഡ് വർക്കർ മുതലായ എക്സാമുകൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ളത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലായ എക്സാമുകൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഉടൻ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്